ഇത്തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചകളിലൊന്ന് ഡീലായിരുന്നു. പിണറായി വിജയന്റെയും മകളുടെയും കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാട്ടുന്ന ഉദാസീനതയും മഹാമനസ്കതയും ചൂണ്ടിക്കാട്ടിയായിരുന്നു CPM BJP ഡീൽ ആരോപണം UDF ഉന്നയിച്ചത്. അതോടൊപ്പം PM ശ്രീ പോലുള്ള കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പുമായി ഉണ്ടായ നിലപാടും UDF പ്രചാരണത്തിന് ആയുധമാക്കിയിരുന്നു. അതുപോലെ UDFന്റെ പ്രധാന നേതാക്കളെ പരാജയപ്പെടുത്താനും പകരം BJPക്ക് ചില മണ്ഡലങ്ങളിൽ സഹായം നൽകാനും CPM ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടതും രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ച പിണറായി വിജയൻ മോദിയെയോ അമിത്ഷായെയോ പേരെടുത്ത് വിമർശിക്കാത്തതിനെതിരെ UDF ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും CPM BJP ഡീൽ ആരോപണം ഏറ്റുപിടിച്ചത്. പ്രാദേശിക നേതാക്കൾക്കൊപ്പം ദേശീയ നേതാക്കളും ഇതേ ആരോപണം ഉന്നയിച്ചത് CPMനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. ഡീൽ ആരോപണത്തോടൊപ്പം BJP ഇതര മുഖ്യമന്ത്രിമാരെയെല്ലാം അന്വേഷണ ഏജൻസിയെ വെച്ച് ജയിലിൽ അടച്ച മോദിയും ഷായും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം പോലും നടത്താൻ മുതിരാതിരുന്നത് എന്താണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കുന്ന കക്ഷികളുടെ നേതാക്കളാണ് ഇവിടെ വന്ന് പരസ്പരം ചളി വാരിയെറിഞ്ഞ് എന്നതാണ് രസകരം. UDF ഡീൽ ആരോപണം ഉന്നയിച്ച് മുന്നേറിയപ്പോൾ മറു ആരോപണവുമായി CPMും കളത്തിലിറങ്ങി. BJPയുമായി ഡീൽ ചെയ്തിട്ടുള്ളത് CPM അല്ല, മറിച്ച് മൃദു ഹിന്ദുത്വത്തെ പുൽകി നടക്കുന്ന കോൺഗ്രസ് ആണെന്നും കേരളത്തിൽ BJP മുന്നേറുന്ന സീറ്റുകളെല്ലാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് കോൺഗ്രസ് ആണെന്നും CPM തിരിച്ചടിച്ചു. നേമത്ത് രാജഗോപാൽ വിജയിക്കുമ്പോൾ UDF വോട്ടുകൾ എവിടെ പോയി എന്നതായിരുന്നു പ്രധാന ചോദ്യം. എന്നാൽ CPMന്റെ പ്രചാരണത്തിന് ഒരു യുക്തിരാഹിത്യം ഉണ്ടായിരുന്നു. കാരണം BJP ഡീലിനേക്കാൾ മുമ്പ് CPM UDFനു മേൽ ആരോപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘപരിവാറുമായി കടുത്ത ശത്രുതയുള്ള ജമാഅത്തെ ഇസ്ലാമുമായി ചേർന്ന് പോകുമ്പോൾ BJPയുമായി ഡീൽ ചെയ്യുക എന്നത് ലോജിക്കലി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാവണം തെരഞ്ഞെടുപ്പിൽ CPM ആരോപണം വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയില്ല എന്നതാണ് സത്യം. ഇനി ഇവർ ഇരുവരും പരസ്പരം BJP ഡീൽ ആരോപിച്ച് കടിപിടി കൂട്ടുമ്പോൾ BJPയും വെറുതെ ഇരുന്നില്ല. അവരുടെ വകയും ഡീൽ ആരോപണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJPയുടെ വിജയം തടയാൻ CPM മുസ്ലിം ലീഗിന് വോട്ട് മറിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. അതിൽ കുറെ വാസ്തവം ഉള്ളതുമാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ പരാജയം പലപ്പോഴും CPM വോട്ടുകൾ ലീഗിന് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഇതര ഭാഗങ്ങളിൽ ഇത്തരം ഡീൽ സ്വാഭാവികമായും നടക്കുന്നതല്ല. എന്നാലും ചുമ്മാ ഒരു ആരോപണം ഇരിക്കട്ടെ എന്ന നിലയിൽ BJP ഈ ഡീൽ ആരോപണം മൊത്തത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനായി അവരുടെ ന്യായം CPMും കോൺഗ്രസും വാളയാർ അതിർത്തി കടന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നതാണ്. എന്തായാലും ഡീൽ എന്നത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ചൂടുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷവും അതിൻ്റെ അലയൊലികൾ അടങ്ങിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി യോഗത്തിലും ഈ വിഷയം ചർച്ചയായത് തെളിയിക്കുന്നത്. കേരളത്തിൽ BJP വിജയിച്ച 3 മണ്ഡലങ്ങളിലും UDF മൂന്നാം സ്ഥാനത്താണെന്നത് LDF മുന്നോട്ട് വയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് LDFനാണ് വോട്ട് കുറഞ്ഞതെന്നും UDF ഈ മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുകയാണെന്നും UDF കണക്കുകൾ വെച്ച് തെളിയിക്കുന്നു. മഞ്ചേശ്വരത്തെ വോട്ടിംഗ് നില വെച്ച് BJPയും തങ്ങളുടെ വാദത്തിന് അടിസ്ഥാനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഈ ചർച്ച ഇന്ത്യ മുന്നണി യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചതോടെയാണ് CPMന് ഈ വിഷയത്തിൽ എത്രമാത്രം മുറിവേറ്റിരിക്കുന്നു എന്നത് പുറത്തു വന്നത്. വേണുഗോപാൽ വരെയുള്ളവർ ആരോപിക്കുന്നതിൽ പരാതിയില്ലെന്നും എന്നാൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഉന്നയിച്ചത് ശരിയായില്ല എന്നുമാണ് ബ്രിട്ടാസ് പ്രധാനമായും ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി വളരെ സോഫ്റ്റ് ആയാണ് പരാതി ഡീൽ ചെയ്തത്. സംഭവം നേരെ കേരളത്തിലെ നേതാക്കളുടെ തലക്കിട്ട് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ ആ ആരോപണം ഉന്നയിച്ചതെന്നും പറഞ്ഞ സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. എന്നാൽ അതിനടുത്തതായി പറഞ്ഞ പരാമർശത്തിലൂടെ രാഹുൽ ഗാന്ധി പിന്നെയും പണി വാങ്ങുമായിരുന്നു. ഇടതുപക്ഷം അല്ലാതായെന്നും അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് LDF ആണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ അതേ വേദിയിൽ തന്നെ ബ്രിട്ടാസ് തിരുത്തുകയും അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഡീൽ ആരോപണത്തിൽ കുറെയൊക്കെ വസ്തുതകൾ ഉണ്ടെങ്കിലും ആ ആരോപണം ഏറ്റുപിടിച്ച രാഹുൽ ഗാന്ധി കാര്യമൊന്നും അറിയാതെ ചുമ്മാ ആരോപണം ഉന്നയിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല എന്ന നിലയിലാണ് ഇന്ത്യ മുന്നണി യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ കാണിക്കുന്നത്. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ
ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കുറച്ചുകൂടി പഠനം നടത്തണമെന്നും സ്വയം ബോധ്യപ്പെടണമെന്നും മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് നിലപാടുകൾ എടുക്കരുതെന്നുമാണ് ബ്രിട്ടാസുമായുള്ള വാദപ്രതിവാദത്തിന് ശേഷം ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളും ആവശ്യപ്പെട്ടത്. എന്തായാലും തൽക്കാലത്തേക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഡീൽ ആരോപണം വീണ്ടും കത്താൻ തന്നെയാണ് സാധ്യത. അതുപോലെ ബംഗാളിൽ കോൺഗ്രസ് മമതയുമായി ചേർന്ന് പോകാനുള്ള ശ്രമത്തിലാണെങ്കിലും CPM ആ സഖ്യത്തിനൊപ്പം ചേരുമോ എന്നതും കണ്ടു തന്നെ അറിയണം. DMK ഇപ്പോഴും പുറത്തു നിൽക്കുമ്പോൾ ഇനിയുള്ള ഡീലുകൾ ആരൊക്കെ തമ്മിൽ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ഇനിയുള്ള നാളുകളിൽ കണ്ടറിയാം.